ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 17 അധ്യായം 18 വാക്യം. എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. പുരാതന ഗ്രീസിൻ്റെ തലസ്ഥാന നഗരിയായി പരിലസിച്ച അഥേന പട്ടണം തത്വജ്ഞാനികളുടെയും നിയമ ഉപദേശകരുടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നൈപുണ്യം നേടിയവരുടെയും ഒത്തുചേരലിൻ്റെ ഒരു ഇടം ആയിരുന്നു. സ്തോയിക്കർ ഗ്രീക്ക് തത്വജ്ഞാനികളായിരുന്നു. അഥേനയിലെ പൊതുസ്ഥലത്ത് സ്റ്റോയ എന്നു പേരുള്ള മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുകയും തത്വജ്ഞാനത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നതിനാലായിരുന്നു ഇവരെ സ്തോയിക്കർ എന്ന് വിളിച്ചിരുന്നത്. സ്റ്റോയിക് തത്വചിന്തയുടെ സ്ഥാപകൻ സൈപ്രസുകാരനായ സെനോ ആയിരുന്നു. ഇദ്ദേഹം BC 357 ജനിക്കുകയും BC 263 മരണമടയുകയും ചെയ്തു. അഥേനയിലെ സ്റ്റോയയിൽ സെനോയും അനുയായികളും പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. ഇവർ ബഹുദൈവ വിശ്വാസികൾ ആയിരുന്നു. ഭാരതത്തിലെ ഹൈന്ദവ വിശ്വാസങ്ങളോട് യോജിക്കുന്നവയും ആയിരുന്നു ഇവരുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ. എന്നാൽ സ്തോയിക്കരുടെ പ്രധാന പഠിപ്പിക്കലുകൾ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, കാണപ്പെടുന്നവയെല്ലാം ദൈവമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. കല്ലിലും പൂവിലും അങ്ങനെ വസ്തുമയമായ സകലത്തിലും ദൈവമുണ്ട് എന്ന് അവർ പഠിപ്പിച്ചു. രണ്ടാമതായിട്ട്, ദൈവം ഭയങ്കരനായ ഒരു ആത്മാവാണ്. വസ്തുക്കളിൽ ആ ആത്മാവ് നിർജീവമാണ് എന്ന് അവർ പഠിപ്പിച്ചിരുന്നു. മൂന്നാമതായിട്ട്, മനുഷ്യൻ മരിക്കുമ്പോൾ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് അവർ പഠിപ്പിച്ചിരുന്നു. നാലാമതായിട്ട്, എല്ലാം വിധിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിധി പോലെ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് അവർ പഠിപ്പിച്ചിരുന്നു. അഞ്ചാമതായിട്ട്, അവർ സന്മാർഗ ജീവിതത്തെ ബഹുമാനിച്ചു എങ്കിലും കരുണ, അനുകമ്പ തുടങ്ങിയവയെ പുച്ഛിച്ച് തള്ളുകയുണ്ടായി. അവരുടെ പ്രധാന പഠിപ്പിക്കലുകളിൽ ചില കാര്യങ്ങളായിരുന്നു ഇവ. എന്നാൽ അഥേനയിൽ വച്ച് പൗലോസ് അപ്പോസ്തലൻ സ്തോയിക്കരുമായി സംവാദത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച വാക്യം. എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു എന്നാണ് കാണുന്നത്. ഇവിടെ പൗലോസിൻ്റെ പ്രസംഗം കേട്ട ഇത്തരത്തിലെ തത്വജ്ഞാനികൾ പൗലോസ് അപ്പോസ്തലനുമായി തർക്കത്തിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇവരോട് മാനസാന്തരത്തിൻ്റെ സന്ദേശം അറിയിക്കുവാൻ പൗലോസ് അപ്പോസ്തലന് സാധിച്ചു. അവിടെ വിഗ്രഹാരാധികളായ അഥേനക്കാരോട് ജീവനുള്ള ദൈവത്തിൻ്റെ 6 ഗുണങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് 17 അധ്യായം നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ 6 കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ദൈവം മനുഷ്യൻ്റെ സൃഷ്ടി അല്ല എന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. രണ്ടാമതായിട്ട്, അവൻ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല എന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട്, അവൻ നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവമാകുന്നു എന്ന് പൗലോസ് അവരോട് വ്യക്തമായി പറയുന്നു. നാലാമതായിട്ട്, ദൈവം നമ്മുടെ പിതാവും നാം അവൻ്റെ മക്കളും ആകുന്നു എന്നുള്ള ആ ഒരു വലിയ സത്യം ആ മനുഷ്യരെ പഠിപ്പിക്കുവാനായിട്ട് അപ്പോസ്തലൻ ശ്രമിക്കുന്നു. അഞ്ചാമതായിട്ട്, മാനുഷിക കരങ്ങളാൽ അവൻ ശുശ്രൂഷ ആവശ്യപ്പെടുന്ന ഒരു ദൈവമല്ല എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവരെ പഠിപ്പിക്കുന്നു. ആറാമതായിട്ട്, ദൈവം ന്യായം വിധി നടത്തുന്നവനാണ് എന്ന് അവരെ പഠിപ്പിക്കുന്നു. അതിനാൽ തങ്ങളുടെ ജീവിതത്തെ തന്നെ ശോധന ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം അപ്പോസ്തലൻ അവിടെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിക്കുമെന്ന് അപ്പോസ്തലൻ അവർക്ക് ഉറപ്പ് നൽകുന്നു. അതിനായി തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിലേക്ക് അവരെ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ പൗലോസിൻ്റെ വചനം ഉൾക്കൊള്ളാതെ ചിലർ അവനെ പരിഹസിക്കുകയും ചിലർ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. പ്രിയമുള്ളവരെ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നു. സ്വീകരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ലജ്ജയില്ലാതെ ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത്തരത്തിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കുകാരാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രിയ കർത്താവേ, മതബഹുലതയാൽ സമ്പന്നമായ ഞങ്ങളുടെ സമൂഹത്തിൽ ജീവന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ.